ക്രിസ്തു വിശ്വാസികളിൽ ചിലർ പറയാറുണ്ട്, എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, പക്ഷേ സഭയെ എനിക്കിഷ്ടമല്ല. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ സഭയെ അത്ര വിശ്വാസം പോരാ. ക്രിസ്തുവിൻ്റെ മഹത്വം എനിക്കറിയാം, പക്ഷേ സഭ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു, സഭയെ ഞാൻ സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ പറയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടു എന്നും വന്നേക്കാം. അവർ ചിലപ്പോൾ കൂട്ടിച്ചേർക്കും, എനിക്ക് സഭയിൽ അംഗമാകാൻ താല്പര്യമില്ല, കാരണം സഭയിലെ അംഗങ്ങൾ പലരും എന്നേക്കാൾ മോശമാണ്. പിന്നെ എന്തിന് ഞാൻ സഭയിലെ അംഗമായിട്ട് ജീവിക്കണം? ഇങ്ങനെ പറയുന്ന വ്യക്തികൾക്ക് അവരുടേതായ കാരണങ്ങൾ കണ്ടു എന്നും വന്നേക്കാം ഇങ്ങനെ പറയാൻ. ചിലപ്പോൾ വളരെ നിഷ്കളങ്കമായ ഒരു അന്വേഷണ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാകാം. ചിലപ്പോൾ സഭാവിരുദ്ധമായ കാഴ്ചപ്പാട് ഒളിപ്പിച്ചുകൊണ്ട് പറയുന്നതുമാകാം. ചിലരെ സംബന്ധിച്ച് സഭയെന്ന് പറഞ്ഞാൽ മെത്രാന്മാരും വൈദികരും മാത്രമാണ് എന്നുള്ള ധാരണയിൽ നിന്നും ഇത്തരം നിഗമനങ്ങളിലേക്ക് അവരെടുത്തു ചാടാനും സാധ്യതയുണ്ട്. ഇനി ചിലരെ സംബന്ധിച്ച് സഭാ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും ദുരനുഭവങ്ങൾ പെരുപ്പിച്ച് ഇത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് അവർ എത്താനും സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ക്രിസ്തുവിനെ മതി, സഭയെ വേണ്ട എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇങ്ങനെ പറയുന്നവരോട് നമുക്ക് എളുപ്പത്തിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു പ്രതികരണമുണ്ട്. നിനക്ക് ക്രിസ്തുവിനെ മതി, സഭയെ വേണ്ട എന്നാണ് പറയുന്നത്, പക്ഷേ ഈ ക്രിസ്തുവിനെ എവിടെ നിന്ന് കിട്ടി? അവർ പറയാൻ പോകുന്ന ഉത്തരം ബൈബിളിൽ നിന്ന്, വേദപുസ്തകത്തിൽ നിന്ന്. അപ്പോൾ വീണ്ടും നമുക്ക് ചോദിക്കാം, ഈ വേദപുസ്തകം ബൈബിൾ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? വേദപുസ്തകം അറിയണം, അത് സഭയുടെ പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ബൈബിൾ എഴുതി, സുവിശേഷങ്ങൾ എഴുതി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതല്ല, മറിച്ച് ദൈവത്തിൻ്റെ വെളിപാടുകൾ വിശ്വാസ സമൂഹം സ്വീകരിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ അവർക്കുണ്ടായ ദൈവാനുഭവം മനുഷ്യരുടെ ഭാഷയിൽ എഴുതിയിട്ടുള്ള സഭയുടെ പുസ്തകമാണ് ബൈബിൾ, വേദപുസ്തകം, സുവിശേഷങ്ങൾ. അതിൽ നിന്നാണ് നിനക്ക് ക്രിസ്തുവിനെ പറ്റിയുള്ള കാഴ്ചയും കാഴ്ചപ്പാടും കിട്ടിയത്. ഇങ്ങനെ മറുപടി പറഞ്ഞാൽ ഒരുപക്ഷെ അതൊരു തരം തർക്കുത്തരം പോലെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്പം കൂടെ വിശദമായ രീതിയിൽ ഉത്തരം പറയേണ്ട ആവശ്യകതയുള്ളതാണ് ഈ ചോദ്യം. എന്തുകൊണ്ട് സഭയിൽ നമ്മൾ അംഗമാകണം, ക്രിസ്തുവിനെ മാത്രം സ്വീകരിച്ചാൽ പോരാ എന്നുള്ള കാര്യം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന കാര്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളെല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. അപ്പം അങ്ങനെ സ്നാനപ്പെട്ട് മാമോദീസ സ്വീകരിച്ച് വരുന്ന ആൾക്കാർ വരുന്ന ഇടമാണ് സഭ എന്നുള്ള കാര്യം. ഇപ്പം ക്രിസ്തുവിനെ ഒരാൾ സ്വീകരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എത്തിപ്പെടുന്ന സമൂഹമാണ് സഭ. വളരെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളൊരു വാതിൽ കടക്കുകയാണെങ്കിൽ ഒന്നുകിൽ അതൊരു മുറ്റത്തേക്കായിരിക്കും, അല്ലെങ്കിൽ മുറിയിലേക്കായിരിക്കും, അതിൽ ഏതെങ്കിലും ഒരു ഇടത്തേക്കായിരിക്കും. ഒരു വാതിൽ കടന്നാൽ ഒരു മുറിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ വളരെ സ്വാഭാവികമാണ് ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ സഭയിലേക്ക് വരിക എന്നുള്ള കാര്യം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 41-ാമത്തെ വാക്യം പെന്തക്കോസ്താ ദിനത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി പറയുന്നത്, ഈ സന്ദേശമെല്ലാം സ്വീകരിച്ചവർ അവർ മാമോദീസ മുങ്ങി, അവരെല്ലാവരും 3000-ഓളം പേര് അവരോടൊപ്പം ചേർന്നു എന്നാണ്. 3000-ഓളം പേര് അവരോടൊപ്പം ചേരുകയാണ് മാമോദീസ മുങ്ങി, അതിനു മുമ്പ് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട്. ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്ന, ആദിമസഭയിൽ സ്ഥിരം നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. യേശുവിനെ സ്വീകരിച്ചവർ സഭാസമൂഹത്തിലെ അംഗമായിട്ട് മാറിക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യത്തിലും നമ്മളിത് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ചേർന്നവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സജീവമായിട്ട് പങ്കുചേർന്നു എന്നും കൂടെയാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ച ഒരാൾ സ്വാഭാവികമായിട്ട് എത്തിപ്പെടുന്ന ഇടമാണ് സഭ എന്ന് പറയുന്ന കാര്യം. ഏക ആത്മാവിൽ സ്നാനമേറ്റ നമ്മൾ ഏക ശരീരമായി തീരാൻ വേണ്ടിയിട്ടാണ് സ്നാനമേറ്റതെന്ന് വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്കുള്ള 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ശരീരത്തിൻ്റെ അംഗമായി തീരുന്നത് പോലെ നമ്മൾ സഭയുടെ അംഗമായിട്ട് തീരുന്നു എന്നാണ് പറയുന്നത്. അത് ചുരുക്കത്തിൽ
ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ, പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരാൾ യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അയാൾ അവിടെ തന്നെ നിൽക്കുകയല്ല, അയാൾ ഒരു സഭാ സമൂഹത്തിൻ്റെ, വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം 751 നമ്പറിൽ പഠിപ്പിക്കുന്നത് ഈ സഭ എന്ന് പറയുന്നത് വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് എന്നാണ്. സഭയെന്ന് പറയുന്ന കാര്യം കർത്താവിൽ വിളിച്ചു കൂട്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടായ്മയുടെ പേരാണ് സഭ എന്ന് പറയുന്നത്. അതായത് ഇത് വെറുമൊരു സമൂഹമല്ല, ഇത് വെറൊരു ക്ലബ്ബല്ല, ഇത് വെറുമൊരു സമുദായമല്ല. യേശുവിൽ വിളിച്ചു കൂട്ടപ്പെട്ട ആൾക്കാരുടെ സമൂഹത്തിൻ്റെ പേരാണ് സഭ എന്നുള്ള കാര്യം. രണ്ടാമതായിട്ട് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യം, പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ രക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് നിന്ന് രക്ഷാനുഭവത്തിലേക്ക് വരിക എന്നുള്ളതല്ല, അതൊരു പ്രാദേശിക സഭയിൽ സംഭവിക്കുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിലാണ് ഒരാൾക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. മറ്റാരോടും ബന്ധമില്ലാതെ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് മാത്രം പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന ഒരനുഭവമായിട്ട് രക്ഷയുടെ അനുഭവത്തെ പുതിയ നിയമം അവതരിപ്പിക്കുന്നില്ല എന്നും കൂടെ നമ്മൾ ഓർക്കണം. മൂന്നാമത്തെ ഒരു ചെറിയൊരു നിഗമനം പറഞ്ഞതിൽ നമുക്ക് എടുക്കാവുന്നത്, രക്ഷ പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ അത് തികച്ചും വ്യക്തിപരമാണ്, പക്ഷെ അതൊട്ടും സ്വകാര്യമല്ല. അത് വ്യക്തിപരമാണ്, പേഴ്സണലാണ്, പക്ഷെ അത് സ്വകാര്യമല്ല, പ്രൈവറ്റ് അല്ല. എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഒരു സമൂഹത്തിലാണ് സംഭവിക്കുന്നത്, സമൂഹത്തോട് ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നത്. ഇതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായി, സഭ എന്നുള്ളത് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിലും ദൈവത്തിൻ്റെ നിഗൂഢമായ പദ്ധതിയുടെയും ഭാഗമായിട്ട് ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ്. സഭ ദൈവത്തിൻ്റെ പദ്ധതിയിൽ സഭ രൂപം കൊള്ളുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. ആദിമ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ പറഞ്ഞ ഒരു കാര്യം, ആദിമ നൂറ്റാണ്ട് 1-2 നൂറ്റാണ്ടുകളിൽ, 2-ാം നൂറ്റാണ്ടിലെങ്കിലും കാണുന്ന ചില എഴുത്തുകളിൽ നമ്മൾ കാണുന്ന കാര്യം, ലോകം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ സഭയ്ക്ക് വേണ്ടിയാണെന്നാണ്. ലോകം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ സഭയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് എളുപ്പത്തിൽ ഒരുപക്ഷെ മനസ്സിലാക്കാവുന്ന, ഗ്രഹിക്കാവുന്ന ഒരു പ്രയോഗമല്ല. ഒറ്റ നോട്ടത്തിൽ, ഒറ്റ കേൾവിയിൽ നമുക്കറിയാം. ലോകം സൃഷ്ടിക്കപ്പെട്ടത് സഭയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? രക്ഷിക്കപ്പെടാൻ പോകുന്ന സകല മനുഷ്യരെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം ലോകത്തെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ പറയുന്നതിൻ്റെ പൊരുൾ, പറയുന്നതിൻ്റെ ചുരുക്കം. 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മരിച്ച വിശുദ്ധ എപ്പിഫാനിയൂസ് എന്നുള്ള വിശുദ്ധൻ, അദ്ദേഹം ഈ കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ഈ ലോകത്തിലെ സകല കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ട് വെച്ചിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ്, സഭയിൽ നടക്കാൻ പോകുന്ന വലിയ രക്ഷയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സൃഷ്ടിയിൽ തന്നെ ദൈവത്തിന് സഭയെപ്പറ്റി പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമൻ്റ് പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറയാണ്, സൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇച്ഛയാണ് വിൽ, ഇച്ഛയാണ് സൃഷ്ടി, പക്ഷെ ആ സൃഷ്ടിയുടെ ഉദ്ദേശം, ലക്ഷ്യം അത് സഭയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരക്ഷയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു അത്ര എളുപ്പത്തിൽ നമുക്കത് പിടുത്തം കിട്ടണമെന്നില്ല, പക്ഷേ ബൈബിളിലേക്ക് വന്നാൽ മറ്റു ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമാകും. അതായത് ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത്, അബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനത്തിൽ നീ അനേകം ജനതകളുടെ പിതാവായിട്ട് മാറും എന്നാണ് പറയുന്നത്. അനേകം ജനതകൾ, അതായത് പിന്നീട് ദൈവത്തിൽ വിളിച്ചു കൂട്ടപ്പെടാനിരുന്ന, ക്രിസ്തുവിൽ തന്നെ ഒന്നിച്ചു കൂട്ടപ്പെട്ടിരുന്ന സകല ജനതകളുടെയും പിതാവായിട്ട് ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അബ്രാഹം എന്ന മനുഷ്യനെ തിരഞ്ഞെടുത്തു എന്നാണ് വെളിപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരാളെ തിരഞ്ഞെടുത്തപ്പോൾ, അബ്രാഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അനാദിയിലേ ഉള്ള ഒരു പദ്ധതി വെളിപ്പെടുത്തപ്പെട്ടു വരികയായിരുന്നു എന്നാണ് അർത്ഥം. ഈ കാര്യത്തെക്കുറിച്ച്, അതായത് ക്രിസ്തുവിന് മുമ്പ്, സഭയുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇങ്ങനെ സഭാസമൂഹങ്ങളെ ഒരുക്കത്തിൻ്റെ രൂപത്തിൽ സ്വരുക്കൂട്ടിയിരുന്നു എന്നതിനെക്കുറിച്ച് ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞനായ ഈവ് കൊങ്കാർ പറയുന്ന കാര്യം, അങ്ങനെയുണ്ടായ സമൂഹങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, അതൊരു സഭാപൂർവ സഭയാണ്, സഭയ്ക്ക് മുമ്പുള്ള സഭയാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയിൽ രൂപം കൊണ്ടതാണ് സഭ. അതിന് ദൈവത്തിന് അതിനുള്ള പൂർവ്വരൂപങ്ങൾ പലതുണ്ടായിരുന്നു എന്നുമാണ് അർത്ഥം. മോശയെ കർത്താവ് വിളിച്ചപ്പോൾ മോശയ്ക്ക് ഒരുപാട് തരത്തിലുള്ള ദൈവാനുഭവങ്ങൾ കൊടുത്തു. മോശയിലൂടെ 10 കൽപ്പനകൾ ലോകത്തിന് നൽകപ്പെട്ടു, വിശ്വാസ സമൂഹത്തിന് നൽകപ്പെട്ടു, ദൈവവുമായിട്ടുള്ളൊരു ബന്ധം രൂപീകരിക്കപ്പെട്ടു. മോശയിലൂടെയാണ് കർത്താവ് ഇസ്രായേൽ ജനത്തെ കൈപിടിച്ച് നടത്തിയത്. അപ്പം മോശയിലൂടെ എന്തെല്ലാം വെളിപ്പെട്ട് കിട്ടിയോ മനുഷ്യകുലത്തിന്,
അതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോശയ്ക്ക് ഒരു ഇസ്രായേൽ എന്നൊരു സമൂഹത്തിൻ്റെ ബാക്കി അവിടെ ഉണ്ടാകുന്നത്. അതായത് മോശയ്ക്ക് കൊടുത്ത കാര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, മനുഷ്യകുലത്തിന് മുഴുവൻ ലഭ്യമാകാൻ വേണ്ടി ഇസ്രായേൽ എന്നുള്ള സമൂഹത്തെ കർത്താവ് മോശയോടൊപ്പം തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് വന്നു എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം. ഇതേ കാര്യം ഈശോയുടെ കാര്യത്തിലും ശരിയാണ്. അതായത് ഈശോയുടെ അപ്പസ്തോലന്മാർക്ക് കിട്ടിയ ദൈവാനുഭവവും അവർ കിട്ടിയ വെളിപാടുകളും അത് നഷ്ടപ്പെട്ടു പോകാതെ ലോകം മുഴുവനും സംലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് സഭയെ സ്ഥാപിച്ചത് എന്ന് ചുരുക്കം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന കാര്യം പത്രോസിനെ മുൻനിർത്തി പറയുകയാണ്, ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അതുകൊണ്ട് പഴയ നിയമത്തിൽ ആരംഭിച്ച വലിയ ഒരു പദ്ധതിയുടെ പൂർത്തീകരണമാണ് സഭയിൽ പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, എന്തിനാണ് സഭ എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നതും പരിശുദ്ധാത്മാവിനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതും സഭയിലാണ്. സഭയ്ക്ക് പുറത്ത് പരിശുദ്ധാത്മാവിനെ ദൈവത്തിന് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൊടുക്കാം. അതിനുള്ള സാധ്യതകളുണ്ട്. ഈ വഴി മാത്രമേ പരിശുദ്ധാത്മാവ് സഞ്ചരിക്കാൻ സാധിക്കൂ എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ സഭയിലാണ് പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് കിട്ടുന്നതും പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ആദിമസഭ മുതൽ ഈ അവബോധം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അതായത് സഭയും പരിശുദ്ധാത്മാവും തമ്മിൽ വേർതിരിക്കാനാവാത്ത ഒരു ബന്ധമുണ്ട്, സഭയും പരിശുദ്ധാത്മാവും തമ്മിൽ. ഇതിനെപ്പറ്റിയാണ് വിശുദ്ധ ഇരണേവൂസ് പറയുന്നത്, സഭ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ സഭയുമുണ്ട്. കർത്താവിൻ്റെ സഭയെപ്പറ്റിയാണ് പറയുന്നത്. എവിടെയാണോ കർത്താവിൻ്റെ സഭയുള്ളത് അവിടെ പരിശുദ്ധാത്മാവുണ്ട്. ഇനി പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് കർത്താവിൻ്റെ സഭയുണ്ടെന്ന് വിശുദ്ധ ഇരണേവൂസ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സഭയെ നമ്മൾ കാണേണ്ടത് പരിശുദ്ധാത്മാവ് പുഷ്ടിപ്പെടുന്ന ഒരിടമായിട്ടാണ്, പരിശുദ്ധാത്മാവ് സ്വയം കൂടുതൽ കൂടുതൽ പ്രകാശിപ്പിക്കുന്ന ഒരിടമായിട്ടാണ് ഈ വിശ്വാസ സമൂഹത്തെ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും. വിശുദ്ധ ഹിപ്പോളിറ്റസിൻ്റെ വാക്കുകളാണിത്. അതായത് പരിശുദ്ധാത്മാവ് പുഷ്ടിപ്പെട്ട് സ്വയം പ്രകാശിപ്പിക്കുന്ന സ്ഥലമാണ് സഭ എന്നുള്ള കാര്യം. അതുകൊണ്ട് സഭയും പരിശുദ്ധാത്മാവും തമ്മിൽ അടുത്ത അതിശക്തമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ സഭയിലെ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരിലൂടെയും പരിശുദ്ധാത്മാവ് വെളിപ്പെടും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകും. വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതുന്ന 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ കാര്യം വിശുദ്ധ പൗലോസ് പറയുന്നത് വ്യക്തികളെക്കുറിച്ച് മാത്രമല്ല, ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് മാത്രമല്ല അർത്ഥം, മറിച്ച് ഈ സഭാ സമൂഹത്തിൽ ഒന്നാകെ അപ്പാടെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നും കൂടെയുള്ള അർത്ഥമുണ്ട്. അതായത് സഭാ സമൂഹത്തിൽ മുഴുവനായിട്ടും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് അർത്ഥമാക്കിയതും അദ്ദേഹം ഉദ്ദേശിച്ചതും. 13-ാം നൂറ്റാണ്ടിലെ വലിയ, പിന്നീട് ഒരുപാട് നൂറ്റാണ്ടുകളെ അതിജീവിച്ച വലിയ ദൈവശാസ്ത്ര ചിന്തകൾ അവതരിപ്പിച്ച ആളാണ് വിശുദ്ധനായ തോമസ് അക്വിനാസ്. അദ്ദേഹം അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന സകല വിഷയങ്ങളെക്കുറിച്ചും ദൈവശാസ്ത്രത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, സകല കാര്യങ്ങളെക്കുറിച്ചും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം അന്ന് സഭയെപ്പറ്റി വേർതിരിച്ച് പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. ദൈവശാസ്ത്രത്തിലെ സകല വിഷയങ്ങളെക്കുറിച്ച് എഴുതാൻ തുനിഞ്ഞ വിശുദ്ധ തോമസ് അക്വിനാസ് എന്തുകൊണ്ടാണ് സഭയെ വിട്ടുകളഞ്ഞത്? അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പ്രത്യേകിച്ച് എഴുതാതിരുന്നത്, അദ്ദേഹം പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെടുത്തി പറയുന്നിടത്തെല്ലാമാണ് സഭയെപ്പറ്റി പറയാൻ അദ്ദേഹം ശ്രമിച്ചത്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഉൾക്കാഴ്ചയുണ്ട്. അതായത് പരിശുദ്ധാത്മാവിനെ പറ്റിയും അതുപോലെ യേശുവിനെ പറ്റിയും പറയുന്നിടത്ത് ആ കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം സഭയെപ്പറ്റി എപ്പോഴും പറഞ്ഞത്. പരിശുദ്ധാത്മാവിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും വേർപെടുത്തിയിട്ട് സഭയെപ്പറ്റി ചിന്തിക്കാൻ പറ്റുമെന്ന് 13-ാം നൂറ്റാണ്ടിൽ തോമസ് അക്വീനാസ് വിചാരിച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിലെ ഉൾക്കാഴ്ചകൾ, അതിൻ്റെ ഉൾക്കാഴ്ചയുടെ ആഴം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതായത് സഭയോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പ്രകടമാകുന്നതും ശക്തിപ്പെടുന്നതും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ഉം 16-ഉം അധ്യായങ്ങളിൽ ഈശോ പറയുന്നുണ്ട്, പിതാവ് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും,
അവൻ നിങ്ങളെ നയിക്കും, അവൻ പല കാര്യങ്ങളും നിങ്ങൾക്കായി വെളിപ്പെടുത്തും. ഈ നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? വ്യക്തികൾ മാത്രമല്ല, ഓരോരുത്തരും മാത്രമല്ല, മറിച്ച് സഭാ സമൂഹം മുഴുവനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നിറയുന്നത് വ്യക്തികളിൽ മാത്രമല്ല, വ്യക്തികളിലൂടെ സഭാ സമൂഹത്തിൽ മുഴുവനിലുമാണ്. വ്യക്തികളിലൂടെ നിറയുമ്പോഴാണ് സഭയിൽ അത് പൂർണ്ണമാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ചാലക ശക്തി എന്ന നിലയിൽ, പരിശുദ്ധാത്മാവിനെ കൈമാറ്റം ചെയ്യുന്ന ഉപാധി എന്ന നിലയിൽ സഭ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് ക്രിസ്തുവിനെ മതി, സഭയെ വേണ്ട എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി അത്തരം ചിന്തകളുള്ളവർ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടി വരും. നാലാമതായി, സഭയില്ലെങ്കിൽ അല്ലെങ്കിൽ സഭയിലല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവരാകും. ഡിസ്മെമ്പേർഡ് എന്ന് പറയാം, വിച്ഛേദിക്കപ്പെട്ടവരാകും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്കുള്ള 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അദ്ദേഹം ദീർഘമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. എഫേസസ് ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഈ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് വിശുദ്ധ പൗലോസ് ഉദ്ദേശിക്കുന്നത് സഭാ സമൂഹത്തെക്കുറിച്ചാണ്. സഭയാകുന്ന ശരീരത്തെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പറയുന്നതും വിശുദ്ധ പൗലോസ് ഉദ്ദേശിച്ചതും. ശരീരമെന്ന് പറയുന്നത് ഒരു രൂപകമാണെന്ന് നമുക്കറിയാം. അനാലജി എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തുകൊണ്ട് ശരീരം എന്നുള്ള രൂപകം ഉപയോഗിച്ച് ക്രിസ്തുവും മനുഷ്യരും വ്യക്തികളും തമ്മിൽ, സഭാംഗങ്ങളും നമ്മളെ ബന്ധത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നു? ഈ ശരീരം എന്നുള്ളത് ഒരു ജൈവ ഘടനയാണ്. ഒരു ജൈവ ഘടനയിൽ ജീവനുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി അതിലെ അവയവങ്ങളായിട്ട് നമ്മൾ മാറുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു സമൂഹത്തിലെ അംഗമാകുന്നത് പോലെയല്ല, മറിച്ച് ശരീരത്തിലെ അവയവമാകുന്നത് പോലെ നമ്മൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അതായത് സഭയിൽ നമ്മൾ അംഗമല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്നും മുറിച്ച് മാറ്റപ്പെട്ട ഒരവയവം പോലെ ആയിത്തീരും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പം അതുകൊണ്ട് സഭയിൽ അംഗമല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള ബന്ധം നമ്മുടെ ചിന്തയിൽ മാത്രമുള്ളതോ അല്ലെങ്കിൽ ഒരു മാനസിക വ്യാപാരത്തിൻ്റെ ഫലമായിട്ടുള്ളതോ ആയി അവശേഷിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ജീവനുള്ള ബന്ധമാകുന്നത് സഭാ ശരീരത്തിലെ അവയവങ്ങളായിട്ട് നമ്മൾ മാറുമ്പോഴാണ് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചിലരോടെങ്കിലും പറഞ്ഞു, എന്നെ അനുഗമിക്കുക, എൻ്റെ പിന്നാലെ വരിക. ഈ പിന്നാലെ പോയവർ എവിടെയാണ് ചെന്ന് അവസാനിച്ചത്? ഈ പിന്നാലെ പോയ എല്ലാവരും ചെന്ന് അവസാനിച്ചത് ഒരു ചെറിയ വിശ്വാസ കൂട്ടായ്മയിലാണ്, വിശ്വാസ സമൂഹത്തിലാണ്. 12 പേരെ കർത്താവ് പലയിടത്തു നിന്നായിട്ട് വിളിച്ചു, പല സന്ദർഭത്തിൽ വിളിച്ചു. അവരെല്ലാം കൂടെ ചേർന്ന് ഒരു അപ്പസ്തോല കൂട്ടായ്മ അവിടെ ഉണ്ടായി. 12 പേരുടെ സമൂഹം ഉണ്ടായി. ഈ 12 പേര് ചെന്ന് പല സ്ഥലങ്ങളിൽ പിന്നീട് പ്രസംഗിക്കുകയും അവിടെ എല്ലാവരും യേശുവിൻ്റെ ആ വലിയ ശിഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വരികയാണ് ചെയ്തത്. ഉത്ഥാനത്തിന് ശേഷം സംഭവിക്കുന്നതും അപ്പസ്തോലന്മാർ ഓരോ നാട്ടിൽ പോയി ഓരോ ദേശത്ത് പോയി പ്രസംഗിച്ച് കഴിയുമ്പോൾ അവിടെയുള്ളവരെല്ലാം ഒരു കൂട്ടായ്മയായി, ഒരു സഭാശരീരമായി, ഒരു വിശ്വാസ സമൂഹമായിട്ട് മാറി എന്നുള്ളതാണ്. അതായത് ഈശോയുടെ പിന്നാലെ പോകുന്നവർ ചെന്ന് ചേരുന്ന സ്ഥലം വിശ്വാസ സമൂഹമാണ്, വിശ്വാസ കൂട്ടായ്മയാണ്. അതിൻ്റെ പേരാണ് സഭ എന്ന് പറയുന്നത്. 5-മതായി, എന്തിന് നമുക്ക് സഭ വേണമെന്ന് ചോദിച്ചാൽ, കൃപ കൈമാറ്റം ചെയ്യപ്പെടാൻ, ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിക്കാൻ നമുക്ക് സഭ അത്യാവശ്യമാണ്. അതായത് ദൈവം കൃപകൾ കൊടുക്കുന്നത് ഏതെങ്കിലും മാധ്യമം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാധ്യമം എന്നുള്ളത് സഭയാണ്. സഭയ്ക്ക് മുമ്പുള്ള കാലത്ത്, സഭയുടെ രൂപീകരണത്തിന് മുമ്പുള്ള കാലത്ത് ദൈവം ഓരോരുത്തരെ വിളിച്ച് കൃപകൾ കൈമാറ്റം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല രൂപത്തിൽ, പല തരത്തിൽ. തനിക്ക് വേണ്ടി ഒരു ജനത്തെ രൂപപ്പെടുത്താൻ ദൈവം ആ കൃപ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അബ്രാഹം എന്ന പൂർവ്വ പിതാവിനെ. 10 കൽപ്പനകൾ കൊടുക്കാൻ വേണ്ടി, മനുഷ്യകുലത്തിന് കൊടുക്കാൻ വേണ്ടി മോശ എന്ന മനുഷ്യനെ കർത്താവ് ഉപയോഗിക്കും നമ്മൾ കാണുന്നുണ്ട്.
തൻ്റെ പേരിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പ്രവാചകന്മാരെ വിളിക്കുന്നത്. അതുപോലെ തൻ്റെ പേരിൽ നീതിന്യായം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ന്യായാധിപന്മാരെ അവരോധിക്കുന്നത് എന്നും കൂടെ കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ദൈവം കൃപകൾ കൊടുക്കാൻ മനുഷ്യരെ ഉപയോഗിക്കുന്നത് അസാധാരണമായ കാര്യമല്ല, പഴയ നിയമകാലത്ത് തുടങ്ങുന്ന സംഗതിയാണ്. അതിൻ്റെ തുടർച്ചയാണ് സഭയിലുള്ളത്. കൃപകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് സഭയിലൂടെയാണ്, സഭ വഴിയാണ്, അല്ലെ സഭാംഗങ്ങൾ വഴിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ ഒരിക്കലും കാണുന്നില്ല ആരെങ്കിലും ഒരാൾ സ്വയം മാമോദീസ മുങ്ങുന്നത് അല്ലെങ്കിൽ മുക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ എന്നെ തന്നെ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞ് ആരും വെള്ളമൊഴിച്ച് മാമോദീസ മുക്കുന്നില്ല. മാമോദീസ മറ്റൊരാളാണ് മുക്കി ഒരാളെ വിശ്വാസത്തിലേക്ക് സ്വീകരിക്കുന്നത്. അതായത് വേറൊരാളുടെ മീഡിയേഷൻ ഇക്കാര്യത്തിൽ എപ്പോഴും ആവശ്യമാണ്. സഭയിൽ അങ്ങനെ നടന്നിട്ടുള്ളൂ, അങ്ങനെയാണ് നടക്കുന്നത്, ഇപ്പോഴും അതെ, എപ്പോഴും അതെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:18 നമ്മൾ കാണുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. പാപം മോചിക്കാനുള്ള കൃപ, ആ അനുഗ്രഹം കൊടുക്കുന്നത് അപ്പസ്തോല സംഘത്തിനും അതുവഴി സഭയ്ക്കുമാണ്. അതായത് പാപമോചനം എന്നുള്ളത് സഭയെ ഏൽപ്പിക്കുന്ന ഒരു കൃപയായിട്ട് നമ്മൾ കാണുകയാണ്. അതുപോലെ വിശുദ്ധ ഗ്രന്ഥം എന്നുള്ളത് അത് സഭയെ ഏൽപ്പിച്ചിട്ടുള്ള ദൈവിക വെളിപാടുകളുടെ സഞ്ചയമാണ്, അല്ലെങ്കിൽ എഴുതപ്പെട്ട രൂപമാണ്. സഭയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സഭയുടെ മുതലാണത്, സഭയുടെ പരിപാലനത്തിലുള്ളതാണ്. സഭയാണ് ദൈവവചനം വ്യാഖ്യാനിക്കുകയും എല്ലാവർക്കുമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വെളിപാടുകൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതും സഭയ്ക്കാണ്, ദൈവവചനം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതും സഭയ്ക്കാണ്, വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള കൃപ നൽകപ്പെട്ടിരിക്കുന്നതും സഭയ്ക്ക് തന്നെയാണ്. കൊറിന്തോസുകാർക്കുള്ള 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് പറയുന്നതായിട്ട്, നിങ്ങൾ എപ്പോഴെല്ലാം എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നു അപ്പോഴെല്ലാം ഇത് എൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കുവിൻ. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്ന ആൾക്കാരുടെ കൂട്ടായ്മയുടെ പേരാണ് സഭ എന്ന് പറയുന്നത്. വെറുതെ ഒന്നിച്ചു കൂടുന്നവരല്ല, ഈശോയുടെ പേരിൽ ഒന്നിച്ചു കൂടുന്ന ആ കൂട്ടായ്മയുടെ പേരാണ് സഭ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ക്രിസ്തുവിലൂടെ ലഭിക്കേണ്ട എല്ലാ കൃപകളും സഭയിലൂടെയാണ് ഇന്ന് കൈപ്പറ്റുന്നത്, ഇന്ന് സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഈ പറയുന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെയും വ്യക്തികളുടെയും ഇടയിലുള്ള ഒരു മധ്യസ്ഥയാണ് സഭ എന്നല്ല. അതായത് ക്രിസ്തുവിൻ്റെയും വിശ്വാസികളുടെയും ഇടയിലുള്ള ഒരു മധ്യസ്ഥയാണ് സഭ എന്നല്ല പറയുന്നതിൻ്റെ ചുരുക്കം. മറിച്ച് സഭ എന്നുള്ള ഇടത്തിൽ, സഭ എന്നുള്ള വേദിയിൽ വെച്ച് ഈ കൃപകൾ നൽകപ്പെടുന്നു എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. കൃപകൾ നൽകുന്നത് കർത്താവ് തന്നെയാണ്, സ്വീകരിക്കുന്നത് വിശ്വാസികളായ നമ്മളാണ്. സഭ എന്ന ഇടത്തിലാണ് അതെല്ലാം സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ഈ വിശ്വാസത്തിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതും അതിലെ ശരിതെറ്റുകൾ പറഞ്ഞു തരുന്നതും സഭയാണ്. അതിന് പറയാൻ വേണ്ടിയുള്ള 2 അടിസ്ഥാന ഉറവിടങ്ങളാണ് നമുക്കുള്ളത്. 1 ബൈബിളും 2 വിശുദ്ധ പാരമ്പര്യങ്ങളും. ഇത് 2ൻ്റെ അടിസ്ഥാനത്തിൽ സഭയാണ് നിർണ്ണയിക്കുന്നത് വിശ്വാസത്തിലെ ശരികളും വിശ്വാസത്തിലെ തെറ്റുകളും. അപ്പം അതുകൊണ്ട് സഭയിലൂടെയാണ് ഈ കൃപകളെല്ലാം നമുക്ക് കരഗതമാകുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ശക്തമായിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ അവസാനമായി നമ്മൾ ഓർക്കേണ്ട കാര്യം, സഭയിലാണ് വിശുദ്ധരുടെ കൂട്ടായ്മയുള്ളത്, അല്ലെങ്കിൽ വിശുദ്ധരുടെ കൂട്ടായ്മയാണ് നമ്മൾ സഭ എന്ന് പറയുന്നതും. സഭയിൽ അംഗമാകുന്ന ഒരാൾ വാസ്തവത്തിൽ ഈ വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക്, അതിൻ്റെ നന്മകളിലേക്ക്, അതിൻ്റെ കൃപകളിലേക്ക് വരികയാണ് എന്നുള്ള ചിന്തയും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. AD 258 മരിച്ച കാർത്തേജിലെ വിശുദ്ധ സിപ്രിയാൻ പറയുന്നത്, സഭയെ അമ്മയായിട്ട് സ്വീകരിക്കാത്ത ഒരാൾക്ക് ദൈവത്തെ പിതാവായിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ പറഞ്ഞ ചിന്തകളെല്ലാം സംക്ഷിപ്തമായിട്ട് പറയാവുന്ന കാര്യം ഇതാണ്: സഭയെ അമ്മയായിട്ട് സ്വീകരിക്കാത്ത ഒരാൾക്ക് ദൈവത്തെ പിതാവായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം നമ്മൾ അറിയണം, സഭയും ക്രിസ്തുവും 2 വിരുദ്ധ ധ്രുവങ്ങളല്ല, അകന്നു നിൽക്കുന്ന 2 ബിന്ദുക്കളല്ല സഭയും ക്രിസ്തുവും. അതുപോലെ തന്നെ സഭയുടെ സ്ഥാപനാത്മകമായ വശങ്ങളും അതിൻ്റെ മുഖവും മാത്രമല്ല സഭ എന്ന് പറയുന്നത്. സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫേസ് അത് മാത്രമല്ല സഭ, മറിച്ച് വിശ്വാസികളുടെ സമൂഹം, ക്രിസ്തുവിൽ ഒന്നിച്ചു വരുന്നവരുടെ, ഒന്നിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. ആ സഭയിൽ അംഗമായിരിക്കുന്നത് ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. കൃപ നമുക്കും മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള ഉപാധിയാണെന്ന് അറിയുന്നതും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയാണ്, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആൾ സ്വാഭാവികമായിട്ടും
എത്തിപ്പെടുന്ന വിശുദ്ധ സ്ഥലമാണ് വിശുദ്ധ സഭ. ആ സഭയുടെ പരിരക്ഷ നമുക്ക് നിരന്തരം ഉണ്ടാവട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.